أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ്. നമ്മളെല്ലാവരും ദുആ ചെയ്യാറുണ്ട്. ദുആന്റെ ഉത്തരം കിട്ടുന്നതിന്റെ സന്ദർഭങ്ങളെ തേടി പോകാറുമുണ്ട്. അങ്ങനെ ദുആക്ക് ഉത്തരം കിട്ടുന്ന, നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ചക്കെടുക്കുന്ന വിഷയം. പലർക്കും പല ആവശ്യങ്ങളുണ്ട്. പല സന്ദർഭങ്ങളിലും പലരും ദുആ ചെയ്യാറുണ്ട്, ഉത്തരം കിട്ടാറില്ല. അതിന് കാരണം ഒരു പക്ഷെ ദുആക്ക് ഉത്തരം നൽകാൻ, ഇജാബത്ത് നൽകാൻ അല്ലാഹു താല വെച്ചിട്ടുള്ള സമയത്തോട് ഒത്തുവരാത്തത് കൊണ്ടായിരിക്കാം. ഏതായാലും അങ്ങനെ ദുആക്ക് ഉത്തരം കിട്ടുന്ന, അല്ലെങ്കിൽ ദുആക്ക് ഉത്തരം കിട്ടാൻ അല്ലാഹു താല വെച്ച ഒന്നാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഒന്നുമല്ല, വിശുദ്ധമായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന 4 സന്ദർഭങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് മഴ പെയ്യുന്ന സമയം. മഴ പെയ്യുന്ന സമയത്ത് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അന്ന ദുആ യുസ്തജാബു ഫി അർബഅത്തി മവാത്തിന, 4 സ്ഥലങ്ങളിൽ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന്. ആ 4 സ്ഥലങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് വനുസുരിൽ ഗൈസ്, മഴ പെയ്യുന്ന സമയം. മഴ പെയ്യുന്ന സമയത്ത് ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. വേറെയും ചില ഹദീസിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അടക്കം ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കാറിലും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യായിലും ഈ കാര്യം വളരെ വ്യക്തമായി വിസ്തരിച്ചിട്ടുണ്ട്, വിശദമായി പറഞ്ഞിട്ടുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് ദുആക്ക് ഉത്തരം കിട്ടുമെന്നുള്ളത്. അങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ദുആക്ക് ഉത്തരം കിട്ടും. ആ ഉത്തരം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പല ഇമാമിയങ്ങളും പല ഗ്രന്ഥങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, മനുഷ്യരാണ് നമ്മൾ, ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടാവാം, പാകങ്ങൾ, ഒരുപാട് തെറ്റുകളും ഒരുപാട് മിസ്റ്റേക്കുകളും വന്നിട്ടുണ്ട്, പാകപ്പിഴവുകൾ വന്നിട്ടുണ്ട്. അത് ഉറപ്പാണ്. നമ്മളാരും അമ്പിയാക്കന്മാരല്ല, മാസീമ്യങ്ങളല്ല, തെറ്റുകൾ വരാം. പക്ഷെ ബോധപൂർവവും അറിയാതെയും അറിഞ്ഞുകൊണ്ടും തെറ്റുകൾ വരുന്ന നമുക്ക് നമ്മുടെ തെറ്റുകളെ പൊറുക്കുവാനും നമ്മൾ ദുആക്ക് ഇജാബത്ത് കിട്ടുവാനും അല്ലാഹു തആല വെച്ച ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണമാണ് മഴ പെയ്യുന്ന സമയം എന്നത്. ആ സമയം ദുആ ചെയ്ത ഉത്തരം കിട്ടും. അപ്പോൾ ഏറ്റവും നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഈ സമയങ്ങളിൽ നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ ആ തെറ്റുകൾ പൊറുക്കാൻ വേണ്ടി അല്ലാഹു തആലയോട് ചോദിക്കണം. അതിന് പുറമെ ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യങ്ങളും, ശറഅ് അനുവദിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ദുആ ചെയ്യാവുന്നതാണ്, അല്ലാഹു തആല ചോദിക്കാവുന്നതാണ്. അതൊന്നും തെറ്റല്ല. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് വന്നുപോയ തെറ്റുകളൊക്കെ പുറത്തു കിട്ടണം. നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരണം. അതിനു വേണ്ടിയാണ് ദുആയിലൊക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ഏതായാലും ആ മഴ പെയ്യുന്ന സമയത്ത് ദുആക്ക് ഉത്തരം കിട്ടുമെന്നുള്ള കാര്യം ഹദീസിൽ വന്നതാണ്. ഇമാമികളെ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ഇനി മഴ പെയ്യുന്ന സമയത്ത്, ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ചില ദിക്റുകളും കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്ന് നമ്മൾ ദുആ ചെയ്യൽ, എന്ന് ദിക്ർ ചില സുന്നത്താണ്. 3 തവണയെങ്കിലും ചില മറ്റും സുന്നത്ത്, ഒരു തവണ ചൊല്ലിയാലും കിട്ടും. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്ന് പറയൽ. എന്നാൽ മറ്റുള്ള ചില ഹദീസുകളിലും അല്ലാഹുമ്മ സ്വയ്യിബൻ ഹനിയൻ എന്ന് കാണാൻ കഴിയും, വസയ്യിബൻ എന്നും കാണാൻ കഴിയും. ഏതായാലും ആ ഹദീസുകളെയും പരിഗണിച്ചുകൊണ്ട് അല്ലാഹുമ്മ സ്വയ്യിബൻ ഹനിഅൻ വസയ്യൻ നാഫിയൻ എന്ന് പറയലാണ് ഏറ്റവും നല്ലത്. ഹദീസിൽ വന്ന വ്യത്യസ്തമായ റിവായത്തുകളെ പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ പറയലാണ് ഏറ്റവും അഭികാമ്യം, ഏറ്റവും നല്ലത്. അതിനു പുറമെ ഒരാൾ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയൻ എന്ന് പറഞ്ഞാലും ആ സുന്നത്ത് കിട്ടും. പക്ഷേ നേരത്തെ പറഞ്ഞ ആ ദിക്ർ അല്ലാഹുമ്മ സ്വയ്യിബൻ ഹനിഅൻ എന്ന അല്ലാഹുമ്മ സ്വയ്യിബൻ ഹനിഅൻ വസയ്യിബൻ നാഫിഅൻ എന്ന് പറയലാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ചൊല്ലൽ സുന്നത്താണ്. ഇനി മഴ പെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ പറയേണ്ടത് മുത്തിർന ബിഫദ്ലില്ലാഹി വറഹ്മത്തിഹി, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ട് നമുക്ക് ഇതാ മഴ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയൽ സുന്നത്താണ്. അത് മഴ കഴിഞ്ഞ ഉടനെ, മഴ സ്റ്റോപ്പായ ഉടനെ പറയൽ സുന്നത്താണ്. നേരത്തെ പറഞ്ഞ ദിക്ർ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ദിക്റാണ്. ആ ദിക്ർ അങ്ങനെ ചൊല്ലൽ സുന്നത്താണ്. ഇനി
കാറ്റ് വല്ലാതെ അടിച്ചു വിടുന്ന സമയമാണ്. കാറ്റ് വീശുന്ന സമയത്ത് ഒരു ദിക്റുണ്ട്. കാറ്റിനെ ഒരിക്കലും നമ്മൾ ചീത്ത വിളിക്കുവാനോ പാടില്ല. പല ആളുകളും കാറ്റിനെ കുറ്റപ്പെടുത്താറുണ്ട്. കാറ്റടിച്ച് വീശി ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് പലരും പറയാറുണ്ട്. പക്ഷെ അങ്ങനെ കാറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ശപിച്ചുകൊണ്ട് നമ്മൾ പറയാൻ പാടില്ല. കാരണം ഹദീസിൽ കാണാൻ കഴിയും, അരീഹു മിൻ റൗഹില്ല, അള്ളാഹുവിന്റെ റഹ്മത്തിൽപ്പെട്ടതാണ് രീഹി എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആ കാറ്റിനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഒരിക്കലും കാറ്റിനെ കുറ്റം പറയരുത്, ശപിക്കാൻ പാടില്ല. ഫലാ തസുബൂഹ വസ്അലുല്ലാഹ ഖൈറഹ, ആ കാറ്റിൽ നിന്ന് ഖൈർ എന്താണോ ആ ഖൈറിനെ നിങ്ങൾ അല്ലാഹു തആലയോട് തേടണം. വസ്തഈദു ബില്ലാഹി മിൻ ശർരിഹ, കാറ്റിൽ നിന്ന് വല്ല ഷർറും നമുക്ക് തോന്നുന്നുവെങ്കിൽ അത്തരം ഷർറുകളെ തൊട്ട് അല്ലാഹു തആലയോട് നമ്മൾ കാറ്റിൽ നിന്നുള്ള ഷർറുകളെ തൊട്ട് അല്ലാഹു തആലയോട് കാവലിനെ തേടണമെന്ന് ഹദീസിൽ പഠിപ്പിക്കുകയാണ്. സ്വഹീഹ് ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് കാറ്റിനെ കുറ്റപ്പെടുത്തരുത്, ശപിക്കാൻ പാടില്ല, നല്ലതല്ല. അതോടൊപ്പം തന്നെ കാറ്റ് വീശുന്ന സമയത്ത് ഒരു ദിക്റ് ചൊല്ലൽ സുന്നത്താണ്. ഇങ്ങനെ ഹദീസിൽ ഇങ്ങനെ ചൊല്ലിയിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ചൊല്ലിയിരുന്നു എന്ന് ഹദീസിൽ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ കാറ്റും ഇടിയും മിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലാഹു തആലയോട് അടുക്കുന്നതിന് വേണ്ടി, സാമീപ്യം നേടുന്നതിന് വേണ്ടിയുള്ള ഒരു താഴ്മയോടെ പെരുമാറാണ് ഏറ്റവും നല്ലത്. അല്ലാഹു തആല അടുക്കണം, അല്ലാഹു തആല ആ ഒരു സാമീപ്യം കിട്ടണം. അല്ലാഹു തആലയോട് അടുക്കുന്നതിന് വേണ്ടിയുള്ള പോലെ താഴ്മയും ഭയഭക്തിയും ഒക്കെ കാറ്റ് വീശുന്ന സമയത്തും ഇടിമിന്നലുണ്ടാകുന്ന സമയത്തും മനസ്സിൽ കൊണ്ടുവരൽ അത് സുന്നത്താണ്, നല്ല കാര്യമാണ്. കാറ്റ് വീശുന്ന സമയത്ത് ചൊല്ലൽ സുന്നത്തുൽ ദിക്ർ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി വ ഖൈറ മാ ഉർസിലത് ബിഹി വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഫീഹാ വ ശർരി മാ ഉർസിലത് ബിഹി എന്ന ദിക്ർ ആ ചൊല്ലൽ സുന്നത്താണ്. നിങ്ങൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. ആ ദിക്ർ കാറ്റ് അടിച്ചു വീശുന്ന സമയത്ത് ചൊല്ലൽ സുന്നത്താണ്. ഇനി ഇടിവെട്ടുന്ന സമയത്തും മിന്നലെറിയുന്ന സമയത്തും അതിലേക്ക് നോക്കലും ഇമാമയിൽ എതിർക്കുകയാണ്. മിന്നലെറിയുന്ന സമയത്തും അതുപോലെ തന്നെ ആ സമയത്ത് നമ്മൾ ഒരിക്കലും തന്നെ മിന്നലിലേക്ക് നോക്കൽ നല്ലതല്ല. സലഫു സ്വാലിഹീങ്ങൾ എതിർത്തിരുന്നു എന്ന് മാത്രമല്ല, പല ഇമാമിയങ്ങളും അത്തരം സന്ദർഭങ്ങൾ മിന്നലിലേക്ക് നോക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇനി ആ മിന്നൽ ഉണ്ടാവുന്ന സമയത്തും ഇടി ഉണ്ടാവുന്ന സമയത്തും സുബ്ഹാനല്ലദീ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫത്തിഹി എന്ന ദിക്ർ ചൊല്ലലും സുന്നത്ത്. മിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലലും പ്രത്യേകം സുന്നത്താണ്. ഇങ്ങനെ ഇത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാരും നമ്മുടെ സാമൂഹിക സന്നദ്ധ സംഘടനകളും എല്ലാം അറിയിക്കുന്ന നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുന്നതോടൊപ്പം മഴക്കാലത്തും ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നമുക്ക് വിപത്തും ആപത്തും വരാതിരിക്കുന്നതിന് വേണ്ടി സർക്കാരും മറ്റുള്ള സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹിക സംഘടനകളെല്ലാം പറയുന്ന കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ച് അതോടൊപ്പം ഇത്തരം ആത്മീയ കാര്യങ്ങളും ദിക്റുകളൊക്കെ നമ്മൾ പതിവാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ കമന്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.